വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യ വിഷയമാകുന്നു. മൈക്കിൾ ജാക്സണൊപ്പമാണ് വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന അതിനൊപ്പമാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. ഇത് തമ്പുരാക്കന്മാരെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും നാളെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോയ്ക്കോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുന്നത് കാണേണ്ടി വരല്ലോ ഈശ്വര. നാളെ മുതൽ അപ്പൊ ഇനി സംഘികളുടെ എന്തുകൊണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാക്കന്മാരെ കുറിച്ചിട്ടാ പറഞ്ഞത്, തമ്പുരാക്ക മനോഭാവമുള്ള ആളുകളെ കുറിച്ചിട്ടാ പറഞ്ഞത്. പക്ഷെ കൊണ്ടത് മൊത്തം സംഘികൾക്ക്. എന്തുണ്ടൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊള്ളുന്നത് മൊത്തം സംഘികൾക്ക്. ആ ഒരു പഴയ പാരമ്പര്യം അത് ഓർമ്മ വരുന്നുണ്ടാവും ചിലപ്പോ ചില ആളുകൾക്ക്. എന്തായാലും കൊള്ളാം. പാഠ്യപദ്ധതിയാക്കുന്നു വേടന്റെ വരികള്. ഈ വേടന്റെ വരികളോടാണ് ഇവർക്ക് ഇത്ര അധികം ദേഷ്യം ഉണ്ടായിരുന്നത്. തമ്പുരാനാണേലും ഒരു ഡാഷും ഇല്ല എന്നുള്ളത്. എന്തായാലും ആ വരിയല്ല, പക്ഷെ ഈ പാട്ടും സംഖ്യകൾ എടുത്ത് പറയുന്നതാ. ശ്രീലങ്കയിൽ പുലികൾ. ശശികല മേഡത്തിന്റെ ഒക്കെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ അല്ലേ? അപ്പോ വേടന്റെ ഈ പാട്ടാണ്. സിറിയാ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു, കൊറിയാ നിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു. ഞാൻ ആ വരി പിന്നെ പറഞ്ഞു തരാട്ടോ. അപ്പൊ കൂടുതൽ വായിച്ചെന്നാ ശരിയാവില്ല. അപ്പൊ വാർത്ത മുഴുവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA മലയാളം പേപ്പറിന്റെ 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ടും കൂടി ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലാപഠനം, സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് കൂടി സർവകലാശാല ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടുമാണ് ഈ താരതമ്യ പഠനത്തിന്റെ ഭാഗമായി ഈ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല, തപ്പില്ല. അതുകൊണ്ടാണ് ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ കറുത്ത വർഗ്ഗങ്ങളെ അടിച്ചമർത്തുന്ന ഒരു കൂട്ടം വെള്ളക്കാരുണ്ട്. ഇവിടെ വെള്ളയും കറുപ്പൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരു അനീതിക്കെതിരെ, സാമൂഹിക അനീതിക്കെതിരെയും വംശീയതക്കെതിരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ നേരിടുന്ന പോരാട്ടങ്ങൾ എന്നിവയെ കുറിച്ചിട്ട് ശക്തമായ രീതിയിലുള്ള വ്യാഖ്യാനമാണ് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ്. ആ വരി പറയുന്നത് പോലെ തന്നെ അവര് നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സോങ് തന്നെയാണ് വേടന്റെ ഈ ഒരു സോങ് എന്നുള്ളതാണ്. അപ്പോ കുറെ തമ്പുരാക്കന്മാർക്ക് ഇനി കുരു പൊട്ടും. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പിരിച്ചുവിടണം എന്ന് പറയും. അവസാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റിയിട്ട് സംഗീ യൂണിവേഴ്സിറ്റി വേറെ ഉണ്ടാക്കണം എന്നൊക്കെ ഇവിടുന്ന് കറിയുള്ളൂ. അത് ആലോചിക്കുമ്പോഴാ. ഇതൊരു മേജർ പേപ്പർ അല്ല, മലയാളത്തിലെ ഒരു മൈനർ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ BA മലയാളം പഠിപ്പിക്കുന്ന കോളേജുകളിൽ പ്രധാനപ്പെട്ട വിഷയത്തോടൊപ്പമുള്ള മൈനർ പേപ്പറിലാണ് ഈ ഒരു പാട്ടും കൂടി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കേണ്ടി വരില്ല, മറിച്ച് വേടന്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റു ഓപ്ഷൻസും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വേടന്റെ പാട്ട് കൂടി പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അതെന്തായാലും നന്നായിട്ടാ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നാളെ മുതൽ ഇപ്പൊ ആകെ മലയാളത്തിന് വല്ലാണ്ട് കുട്ടികളൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ സംഘികളുടെ കുട്ടികൾ പോക്ക് മുഴുവനായിട്ട് നിർത്തുന്നുള്ളതാ. തമ്പുരാക്കന്മാരുടെ മക്കള് തീരും പോകില്ല. കാരണം വേടന്റെ അമ്മോ ആ പാട്ടോ, ആ കറുത്ത വേടന്റെ പാട്ട് ഞാൻ പാടും, എന്റെ പൊന്നെ പാടൂല. അതുപോലെ കഞ്ചാവോളിയാണ് അവന്റെ പാട്ടോ, എന്റെ പൊന്നെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ അവര് ബഹിഷ്കരിച്ചായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ എന്തായാലും നന്നായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിമർശനം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വേടന്റെ പാട്ടാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭൂമി അതിന്റെ അവകാശികൾക്ക് നൽകണം, എങ്ങനെ തുടങ്ങിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തരുത്, അവർ പ്രതിഷേധത്തെ കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വേടൻ ആ പാട്ടിലൂടെ ഉയർത്തുന്നത്. ഈ ഒരു വാർത്ത കേട്ടിട്ടെങ്കിലും എന്റെ പൊന്നു മക്കളെ, കുറച്ച് സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വേടന്റെ പാട്ടില് ഇതില്ല, അതേ ഉള്ളൂ. എന്ത്? ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഒരു സോങ് ആണ്. ഞാനൊന്ന് വായിച്ചു തരാം. സിറിയാ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു, കൊറിയാ നിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു, മതമിരുളിൻ ഭാരതാംബയോ വെട്ടം തേടിയ ലഞ്ഞു നടപ്പു, മെക്സിക്കൻ കനവുകളായിരം ഒരുമതിലാലെ ആര് തടുപ്പു, ഈലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പു, കോങ്കോ നിൻ ഖനികളിലായിരം കുരുന്നു ജീവൻ നൊന്തു മരിപ്പു, സൊമാലിയൻ ബാല്യങ്ങൾ കൂടി നേര് തേടി പല കാതം താണ്ടി, മ്യാൻമാറിലെ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മൗന്തി,
ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട് കരഞ്ഞു, ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകനുയിരിനായി അമ്മ കരഞ്ഞു, ആർട്ടിക്കിൽ പനിമലയുരുകി കടല് നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു. വരി കുറെ ഉണ്ട് കേട്ടോ, കുറെ വായിക്കേണ്ട ആവശ്യമില്ല. ഇത്ര വരികളിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞു, ഒരുപാട് രാജ്യത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരൊറ്റ പാട്ടിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഈ ഒരു സോങ്ങില് ഇവരാകെ എടുത്തത് ലങ്കയുടെ ആ ഒരു കാര്യമാണ്. അത് ലങ്ക ഇവരുദ്ദേശിച്ച ലങ്കയാവണം എന്നൊരു നിർബന്ധമില്ല. ഇനി ഇവരുദ്ദേശിച്ച ലങ്കയാണെങ്കിൽ പുലികൾ എന്ന് ഉദ്ദേശിച്ചത് ഇവരുദ്ദേശിച്ച ആളാവണമെന്നില്ല. അപ്പൊ സംഘികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്നുള്ളതാണ്. അപ്പൊ മൈക്കിൾ ജാക്സൺ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പാട്ട് എഴുതുന്നത്, അങ്ങനെ ഒരു വലിയ സോങ് എഴുതുന്നത്? ഒരുപാട് വിമർശനങ്ങളിലൂടെ കടന്നുപോയൊരു പാട്ടാണ് അല്ലെ. ഒരു പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ ഹെഡിങ്ങും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. ജാക്സന്റെ ഒരു പാട്ട് കൂടുതൽ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. ചില പാട്ടുകളുടെ അർത്ഥമൊന്നും അറിയാതെ തന്നെയാണ് നമ്മൾ പാട്ട് പാടി നടക്കാറ്. ഈ പാട്ട് എനിക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്താണ് സംഭവം എന്ന് ഇപ്പോഴാണ് അറിയണത് എന്നുള്ളതാണ്. അങ്ങനെ പല അറിവുകളും ചെറുതല്ല എന്നുള്ളതാണ്. കുറെ സംഖ്യകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ അറിവൊന്നും ചെറുതല്ല. ഈ നാട്ടിലെ അല്ലെങ്കിൽ ലോക ജനത അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് വേടന്റെ പാട്ടുകളിലുണ്ട്. നിങ്ങൾ തിരയുന്ന തമ്പുരാന്റെ അത് മാത്രമല്ല, അത് മനസ്സിലാക്കുക എന്നുള്ളതാ. തമ്പുരാന ആളെ എനിക്കൊരു അതും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ തമ്പുരാൻ എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടീമാണ്. നിങ്ങൾ അങ്ങ് സ്വയം ധരിച്ചു, നിങ്ങൾ അങ്ങോട്ട് കൊട്ടി ഘോഷിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല എന്നുള്ളത് ആ മനോഭാവത്തെയാണ് വേടൻ ചൂണ്ടിക്കാണിച്ചത്. കറുപ്പ് എന്ന ഒരു നിറത്തിനെ അവഹേളിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജാതി ഇല്ലാന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അതിന് കൃത്യമായി മറുപടി നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്ത് രീതിയിൽ വേണമെങ്കിലും വെച്ചോ, അതിനുള്ള മറുപടി നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ സംഖ്യകളെയും നമുക്ക് വെല്ലുവിളിക്കാം. കാരണം കറുപ്പില്ല എന്ന് പറയുമ്പോൾ കറുപ്പിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ മൈക്കിൾ ജാക്സന്റെ ഈ ഒരു സോങ്ങില് അനീതിക്കെതിരെയാണ്. അവിടെ വർണ്ണവിവേചനം നടന്നിരുന്നു, അടിമക്കച്ചവടം നടന്നിരുന്നു. അത് അന്ന് മാത്രമല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഫ്രിക്കൻ രാജ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ താഴെയാണ്. അവരൊക്കെ പട്ടിണിപ്പാവങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് വെക്കാനാണ് അന്ന് ഒരു സോങ് ഇറങ്ങിയത്. അന്ധകാലത്ത് ഇറങ്ങിയതാ. അത് ഇന്നും ചർച്ചയാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഭാഗമായിട്ട് വേടന്റെ ഈ ഒരു വരികൾ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണെന്നുള്ളതാണ്. സത്യത്തില് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ്. ഇവരെത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഉയരങ്ങളിലേക്ക് വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വരികളും പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാ. ഇനിയും ഇങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കവിതകളും വരികളും ഒക്കെ വരും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. പല ആളുകളും പറയുന്നു ഇതാ ഈ വിഷയത്തെക്കുറിച്ച് എഴുതൂ. നിങ്ങളുടെ വിരലിൽ എന്താ ചലനശേഷി ഇല്ലേ? നിങ്ങൾ എഴുത്, നിങ്ങൾ പാട്, അല്ലെങ്കിൽ നിങ്ങൾ പറയ്. എന്തിനാണ് മറ്റൊരാളെ കാത്തിരിക്കുന്നത്? വേടൻ നിങ്ങൾക്ക് ഒരു വഴി ഇതാ കാണിച്ചു തന്നിരിക്കുന്നു. ഇതാ ഈ ഒരു രീതിയിൽ, ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു സമര പോരാട്ടമാണ് ഇതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ എന്തിനാ സംഘികളെ നിങ്ങൾ വേട നീ അതെഴുതു ഇത് എഴുതുന്ന പഹൽഗാമിനെ കുറിച്ച് എഴുതുന്നു വേടനോട് പറയുന്ന സമയം പോരെ? നിങ്ങൾക്ക് എഴുതിയ പോരെ? എന്തിന് വേടനെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നു? ഇപ്പൊ വേടനെ എങ്ങനെയെങ്കിലും കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം. അതിന് ഇവര് കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എടോ, ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഞ്ചാവ് വലിച്ചതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് വേടന്റെ പല വാക്കുകളെയും നമ്മൾ നന്നായിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് എത്രയോ വരികളുണ്ട്, ഞാൻ കുറച്ചേ വായിച്ചുള്ളൂ. അതിലെ ലങ്ക ആ ഒരു സാധനം മാത്രം എടുത്തിട്ടാണ് ഇവർ സംസാരിച്ചത്. ബാക്കി കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ബുദ്ധനെ കുറിച്ചിട്ട് ഈ സംഘികളുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. ഈ പാട്ടിൽ പാലസ്തീനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യമാണ് ഇവർ അതിൽ നിന്ന് കണ്ടെത്തുന്നുള്ളതാണ്. അയാൾ മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ള ഒരു കാര്യം ഇവർക്ക് ബോധമില്ല. അപ്പൊ എന്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് വേടനെ ഇങ്ങനെ വേട്ടയാടേണ്ടതായിട്ടുള്ളത്? നിങ്ങൾ വേട്ടയാടിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഇനി ബഹിഷ്കരിക്കോ സംഘികളെ ചോദിക്കുകയാണ്. തമ്പുരാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേനും സംഘികൾക്ക് എന്തിനാ കുരുപൊട്ടുന്ന ഒരു പിടുത്തമില്ല. പണ്ട് വിളക്ക് പിടിച്ച് പിന്നാലെ നടന്ന ആ ഒരു പാരമ്പര്യം ഓർമ്മ വന്നിട്ട് ആവാനാണ് സാധ്യത, അല്ലാതെ എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഏതോ ഒരാൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിരുന്നു എന്റെയും നിന്റെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ഒന്ന് തന്നെയാണ് എന്നുള്ളത്. സംഭവം ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ശരീരത്തിലൂടെ പോകുന്ന ചോരയല്ലേ ചോദിക്കുക? ആ പാലസ്തീനെ കുറിച്ചിട്ട് ഒരു ചെറിയ വരിയിൽ എഴുതിയതിനാ, ആ ഒരൊറ്റ വരി എഴുതിയതിനാണ് ഇവർ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. ഏതാ വരി എന്ന് ഞാൻ പറഞ്ഞുതരാം. പാലസ്തീൻ പല നൂറായി, പലായനം ഒരു പതിവായി മാറി. അതായത് അവിടെയുള്ള ജനങ്ങള്
പേടിച്ച് അവർ യുദ്ധത്തിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഓരോ ദിവസവും ആളുകൾ മരിച്ചു വീഴുന്ന നമുക്ക് കാണാനില്ലേ? അതിനെ ഒരു വരി എഴുതുന്നതില് ആ ഒരു വേടൻ എന്ന് പറയുന്ന ആ ഒരു കവിക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. വേടൻ വേടന്റേതായ രീതിയിലുള്ള രാഷ്ട്രീയം പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ദയിച്ചാൽ മതി, ഒരു ഇതുമില്ല. എന്തായാലും കുട്ടികളുടെ പാഠ്യ പദ്ധതിയിൽ പോലും വേടന്റെ വരികൾ വരുമ്പോ സംഘികളെ നിങ്ങൾ ഒന്നോർത്തോ, നിങ്ങളാണ് പടുകുഴിയിൽ കിടക്കുന്നത്. കൂപമണ്ടൂക ന്യായം എന്നൊക്കെ പറയും. കിണറ്റിന്റെ അടിയിൽ കിടക്കുന്ന തവളയുടെ ഒരു സ്വഭാവമാണ് ഇപ്പൊ സംഘികൾക്ക് എന്നുള്ളതാണ്. ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങൾ ഒരു പാട്ടിലൂടെ വേടൻ കൊണ്ടുവരുമ്പോ ശശികല മേഡം പറഞ്ഞൊരു വാക്കുണ്ട്, മധുച്ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്. രണ്ടുപേരും ഒന്നാ പറഞ്ഞത്. എനിക്ക് വേടന്റെ അത്ര വിവരമോ അറിവോ ഇല്ലാത്തതിന്റെ ഭാഗമായിരിക്കാം അത് സ്വയം വിമർശനമായി ഏറ്റെടുക്കുന്നു എന്നുള്ളത്. സ്വയം വിമർശനമായി ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ന്യൂസൊക്കെ ഒന്ന് വായിക്കി. നിങ്ങൾ ഈ ഹിന്ദു രാജ്യം ആ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കല്ലേ. ഇവിടെ ഒരു മതത്തെയും ഒരു ജാതിയെയും ഒരു നിറത്തെയും തമ്മിലടിപ്പിക്കാനൊന്നും വേടൻ ശ്രമിച്ചിട്ടില്ല. ഇവരത് ആ രീതിയിലാണ് എടുത്തത് എന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും നിങ്ങളെടുത്ത അതേ പാട്ട്, നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത അതേ പാട്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതി ആവുന്നു. എന്ത് ചെയ്യാനല്ലേ? അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ കിടപ്പ്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇനിയും പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ സംഘികളെ, നെഞ്ചത്തടിച്ച് കരയൂ, വാവിട്ടടിച്ച് കരയൂ, ഗോമൂത്രം കുടിച്ച് ഒരു കസേരയിലിരുന്ന് ഒരു ഗീർവാണ വിട്ട് ഇതൊക്കെ ഒന്ന് കേട്ടിരി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.